ഓക്കെ, വിൽ സ്റ്റാർട്ട്. ഇൻ ബിറ്റ്വീൻ നിർത്തിയിട്ട് ഞാൻ നമ്മുടെ എന്താണ് ഫ്ലിപ്പ് ക്ലാസ് റൂമിലെ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് തരാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഡയറക്റ്റ്ലി ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, okay, we were discussing counters, especially binary counters. Binary counters ആകുമ്പോൾ ബൈനറി നമ്പേഴ്സ് ആണ് അതിൻ്റെ കൗണ്ടിങ് സീക്വൻസ്. അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ബിറ്റ് അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 00, 01, 10, 11. 2 ബിറ്റ് ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് സീക്വൻസ് 11 നിന്ന് തുടങ്ങണം, താഴേക്ക് വരണം. അപ്പോൾ 11, 10, 01, 00, again 11, 10. അതാണ് ഡൗൺ കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ്. ഓക്കെ, ഇനി കൗണ്ടർ നമ്മളിങ്ങനെ കണ്ടു. ഇറ്റ് is a register that goes through a predetermined sequence of states upon the application of clock pulses. There are two types of counters, asynchronous and synchronous. This classification is based on how the clock is applied to the flip-flops. In asynchronous counters, they are also known as ripple counters because the clock signal is rippled through the flip-flops, not applied simultaneously to all the flip-flops. The external clock is only applied to the first flip-flop. Each flip-flop except the first is clocked by the preceding flip-flop. That means the flip-flop just before that. Then another classification, synchronous counters, in which the clock is simultaneously applied to all the flip-flops. And one more important term associated with counters is modulus of a counter or mode of a counter. Mode of a counter is the number of states it counts. The number of states it counts in a complete cycle. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ കൗണ്ടിങ് സീക്വൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും തുടങ്ങിയിടത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ സീക്വൻസിൽ എത്ര ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്, അതാണ് ആ കൗണ്ടറിൻ്റെ മോഡുലസ്. The number of flip-flops used depends on the mode of a counter. ഈ മോഡ് ഫോർ 2 എന്ന് പറയുന്നത് if that flip-flop uses the complete sequences available. രണ്ട് ഫ്ലിപ്പ്-ഫ്ലോപ്പ് വെച്ച് പോസിബിൾ ആയ എല്ലാ സീക്വൻസും യൂസ് ചെയ്യുകയാണെങ്കിൽ ഉള്ള മോഡുലസ് ഉള്ളതാണ് 4 എന്ന് പറയുന്നത്. 2⁻². Okay, then digital counters mainly. When we see digital counters, the maximum number of count, that means for a 2-bit counter, the maximum count is maximum number of count and maximum count, that is different. Maximum number of count for a 2-bit counter is 4 and the maximum count is 11. For a 4-bit counter, 4 ബിറ്റ് ഉള്ള ഒരു കൗണ്ടറിനാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കൗണ്ട് 16 ആണ്. പക്ഷേ ആ കൗണ്ടറിൻ്റെ മാക്സിമം കൗണ്ട് 1111, ദാറ്റ് മീൻസ് 15 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മാക്സിമം നമ്പർ ഓഫ് കൗണ്ട് ആൻഡ് മാക്സിമം കൗണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്. ദെൻ അപ്പ് ഡൗൺ കൗണ്ട്. ദ കൗണ്ടർ ക്യാൻ count either in the upward direction or in the downward direction, or we can use an external control circuit to make the counter count either in up or in down. Up down counters ഉണ്ട്. Then asynchronous and synchronous. Okay, then free running or self stopping, that we'll see. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീക്വൻസ് കഴിഞ്ഞാൽ അടുത്തയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സീക്വൻസ് എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യുന്ന വിധത്തിൽ. ഇതൊക്കെ നമുക്ക് ഹാർഡ്വെയർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ലോജിക് സർക്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. കാരണം കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്താൽ മതിയാവും. Then first we'll see asynchronous or ripple counters. അതിൻ്റെ കാരണം ഈ കൗണ്ടേഴ്സിൻ്റെയാണ് ഡിസൈൻ കുറച്ചുകൂടെ സിമ്പിൾ. പക്ഷേ അസിൻക്രണസ് കൗണ്ടേഴ്സിന് ചില പ്രോബ്ലംസ് ഉണ്ട്. അതാണ് ഈ റിപ്ലിംഗ്, അല്ലെങ്കിൽ ഒരു ടൈം ഡിലേ ഉണ്ടാവും. അത് നമ്മൾ ആദ്യം നമുക്ക് അതിൻ്റെ ഡിസൈൻ പാർട്ടും എന്താണ് കൗണ്ടർ എന്നൊക്കെ നോക്കാം. എന്നിട്ട് അവസാനം നമുക്കതിൻ്റെ അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കതിൻ്റെ എന്താണ് അതിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്നും
മനസ്സിലാവും. അപ്പോൾ അസിൻക്രണസ് കൗണ്ടർ, വാട്ട് ഈസ് എൻ അസിൻക്രണസ് കൗണ്ടർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അസിൻക്രണസ് കൗണ്ടേഴ്സ് ആർ കോമൺലി റെഫേർഡ് ടു ആസ് റിപ്പിൾ കൗണ്ടേഴ്സ് ബിക്കോസ് ദ ഇഫക്റ്റ് ഓഫ് ദ ഇൻപുട്ട് ക്ലോക്ക് പൾസ് ഈസ് ഫസ്റ്റ് ഫെൽറ്റ് ബൈ ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, cannot get to the second flip-flop immediately because of the propagation delay through the flip-flop, because flip-flop 1 is clocked by flip-flop 0. So the effect of an input clock pulse ripples through the counter, taking some time due to propagation delays to reach the last flip-flop. I think that's clear. Okay. Then, ആദ്യം നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അസിൻക്രണസ് കൗണ്ടർ ഡിസൈൻ നോക്കുകയാണ്. എങ്ങനെയാണ് ഒരു അസിൻക്രണസ് കൗണ്ടർ ഉണ്ടാക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 2-bit കൗണ്ടർ എടുത്തു. സോ 2-bit കൗണ്ടറിന് വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ദ കൗണ്ടർ ക്യാൻ പ്രോഗ്രസ്? 2 ബിറ്റാണുള്ളത്. 2 ബിറ്റിന് അതുകൊണ്ട് ഓൾ പോസിബിൾ 4 കോമ്പിനേഷൻസ് ഉണ്ട്. അതുകൊണ്ട് കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 0 0 0 1 1 0 1 1. അപ്പോൾ കൗണ്ടറിന്റെ പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് ഏത് സ്റ്റേറ്റിലാണ്, അത് കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് കിട്ടുമ്പോൾ അത് ഏത് സ്റ്റേറ്റിലേക്ക് പോകും, അതിനെയാണ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു അപ്പ് കൗണ്ടറാണ്. അതാണ് 0 0 കഴിഞ്ഞാൽ 0 1ഉം 0 1 കഴിഞ്ഞാൽ 1 0ഉം 1 0 കഴിഞ്ഞാൽ 1 1ഉം വരുന്നത്. 1 1 കഴിഞ്ഞാൽ വീണ്ടും 0 0യിലേക്ക് പോകും. അപ്പോൾ ഒരു കംപ്ലീറ്റ് സീക്വൻസ് ആയി വീണ്ടും സീക്വൻസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഡൗൺ കൗണ്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ 1 1 നിന്ന് തുടങ്ങും. 1 1 1 0 ആരോസ് ഒക്കെ തിരിച്ച് 1 1 1 0 0 1 0 0 1 1. അതാണ് ഡൗൺ കൗണ്ടറിന്റെ സീക്വൻസ്. ഓക്കെ, ഇതിൽ അപ്പോൾ ഇതാണ് കൗണ്ടിങ് സീക്വൻസ്. നോക്കൂ, പ്രസന്റ് സ്റ്റേറ്റ് നോക്കിയാലും നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കിയാലും ആകപ്പാടെ ഒരു മീൻസ് ഒരു ഷിഫ്റ്റ് മാത്രമേ നിങ്ങൾക്ക് കാണാവുള്ളൂ. ബാക്കി കൗണ്ടിങ് സീക്വൻസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, Q0 ദാറ്റ് ഈസ് the flip-flop output responsible for the LSB that toggles means changes. 0 ആണെങ്കിൽ 1 1 ആണെങ്കിൽ 0 0 ആണെങ്കിൽ 1 1 ആണെങ്കിൽ 0 അങ്ങനെ. So Q0 toggles for every tick of അല്ലെങ്കിൽ every clock pulse. For every clock pulse Q0 changes. Q0 toggles. Q0ക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റൂ? ടോഗ്ലിംഗ് മീൻസ് അതേ പറ്റൂ, ബൈനറി ആണ്. അതുകൊണ്ട് 0 ആണെങ്കിൽ 1 1 ആണെങ്കിൽ 0, ആ ചേഞ്ചേ ഉള്ളൂ. സോ Q0 ടോഗിൾസ് ഫോർ എവറി ക്ലോക്ക് പൾസ്. അത് ഇവിടെ നിന്ന് കാണാം. ഓക്കെ, ഇനി Q1 എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? Q1ന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കിയാൽ ആദ്യത്തെ 2 0 0, പിന്നെ അത് 0യിൽ നിന്ന് 1ലേക്ക് പോയി, പിന്നെ 2 സ്റ്റേറ്റിൽ 1 ആയി തന്നെ നിന്നു, പിന്നെ അത് 1 നിന്ന് 0യിലേക്ക് പോയി. അങ്ങനെയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു Q0 Q1 നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ നമുക്ക് കാണാം. വെനെവർ Q0 ചേഞ്ചസ് ഫ്രം 1 to 0, ഇവിടെ ഒരു 1 to 0 ചേഞ്ച് ഉണ്ട് Q0ന്. അപ്പോൾ Q1 ചേഞ്ച് ആയി. Q0 1ൽ നിന്ന് 0യിലേക്ക് പോകുമ്പോൾ Q1 ഒരു ചേഞ്ച് വന്നു. ഇവിടെയും Q0 1ൽ നിന്ന് 0യിലേക്ക് പോയി, അപ്പോൾ Q1 ചേഞ്ച് ചെയ്തു. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പോസിബിൾ കേസ് മുഴുവൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇൻഫറൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച സാധനം ശരിയാണ് എല്ലാ കേസിലും. എന്നുവെച്ചാൽ എന്താ? Q0 toggles for every clock and Q1 changes whenever Q0 changes from 1 to 0. So this is the circuit diagram. So this is the circuit diagram. It's clear. Okay, this is the circuit diagram. ഈ ഡയഗ്രാം ഒന്ന് വ്യക്തമായി നോക്കൂ. ഇതാണ് കണ്ടോ Q0. Q0 gets an external clock. എക്സ്റ്റേണൽ ക്ലോക്ക് കിട്ടുന്നത് Q0ന് ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിനാണ്. ആൻഡ് Q1 ഫ്ലിപ്പ് ഫ്ലോപ്പ് റെസ്പോൺസിബിൾ ഫോർ Q1 ഗെറ്റ്സ് ക്ലോക്ക് ഫ്രം Q0. ഈ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സും JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും
ടോഗിൾ മോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വെൻ j ഈക്വൽ ടു k ഈക്വൽ ടു 1 ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ വർക്ക് ഇൻ ടോഗിൾ മോഡ്. സോ അപ്പൊ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സും ടോഗിൾ മോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടോഗിൾ മോഡിൽ കണക്ട് ചെയ്ത ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് കിട്ടുമ്പോൾ എല്ലാം, ഒരു ആക്റ്റീവ് ക്ലോക്ക് കിട്ടുമ്പോൾ എല്ലാം അത് ടോഗിൾ ചെയ്യും. ഇവിടെ എങ്ങനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്? കണ്ടോ, ഒരു ആരോയും ഒരു ബബിളും. ദാറ്റ് മീൻസ് it is a negative edge triggered flip flop. So this is a negative edge triggered flip flops. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ, കാരണം നമ്മുടെ ഈ കൗണ്ടിങ് സീക്വൻസ് നോക്കുമ്പോൾ നമ്മൾ എവരി ക്ലോക്ക് പൾസ് ഇത് ടോഗിൾ ചെയ്യും. പിന്നെ Q0 1 0 മാറുമ്പോൾ Q1 ടോഗിൾ ചെയ്യും. അത് ഇങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടും. എങ്ങനെ കിട്ടും? കാരണം ഇതിന് നോക്കണ്ട, എവരി ക്ലോക്ക് വരുമ്പോൾ ടോഗിൾ മോഡിലായതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആയിക്കോളും. ഇതും നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. അതുകൊണ്ട് Q0 1 0 മാറുമ്പോൾ എല്ലാം ഇതിനൊരു ആക്റ്റീവ് ക്ലോക്ക് കിട്ടും. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യും. ദിസ് ഇസ് ദ ടൈമിംഗ് ഡയഗ്രാം. കാരണം ടൈമിംഗ് ഡയഗ്രത്തിൽ കണ്ടോ, ക്ലോക്ക് കാണിച്ചിട്ടുണ്ട്. ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജിലെല്ലാം, ദാറ്റ് മീൻസ് ഇത് സെക്കൻഡ് ക്ലോക്ക്, ഇത് തേർഡ് ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജ്, ഫോർത്ത് ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജ്, അങ്ങനത്തെയുള്ള നെഗറ്റീവ് എഡ്ജിലെല്ലാം Q0 ടോഗിൾ ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ഫ്ലിപ്പ് ഫ്ലോപ്സ് രണ്ടും ക്ലിയർഡ് ആണ്. ക്ലിയർഡ് ആവുമ്പോൾ രണ്ടിന്റെ ഔട്ട്പുട്ട് 0 പിന്നെ ഒരു ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോൾ, ആക്റ്റീവ് ക്ലോക്ക് ഈ കേസിൽ നെഗറ്റീവ് എഡ്ജ് ആണ്. അപ്പോൾ ആക്റ്റീവ് ക്ലോക്ക് കിട്ടുമ്പോൾ ഫസ്റ്റ് Q0 ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ചെയ്യും. ടോഗിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് 0 1 പോയി. വീണ്ടും ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോൾ അത് ടോഗിൾ ചെയ്യും 1 0. അതപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് 0 1 0 1 എന്നുവെച്ചാൽ ഒരു എവറി 1 cycle ഓഫ് ദ ഇൻപുട്ട് ക്ലോക്ക് ഇറ്റ് വിൽ ചേഞ്ച്. ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടം തുടങ്ങി ഇവിടം വരെയാണ്. അപ്പോൾ ഒരു ക്ലോക്ക് സൈക്കിളിനുള്ളിൽ അത് ചേഞ്ച് ചെയ്യും. ഇനി ഈ Q0 ആണ് Q1ന്റെ ഇൻപുട്ട് ക്ലോക്ക്. സോ വെനെവർ Q0 ചേഞ്ചസ് ഫ്രം 1 to 0, അത് എപ്പോഴൊക്കെ വരും? ദേ ഈ എഡ്ജിൽ കണ്ടോ, Q0 1 0 പോകും. അപ്പൊ അത് Q1ന്റെ ആക്റ്റീവ് ക്ലോക്ക് ആയി. അപ്പൊ Q1 ടോഗിൾ ചെയ്തു. അത്രയും നേരം 0 Q1 1 പോയി. വീണ്ടും ഇവിടെ ഒന്ന് Q1 ക്ലോക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ആ 1 തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ആ Q1 ക്ലോക്ക് കിട്ടുന്നത് ഇവിടാണ്. അവിടെയാണ് Q0 1 0 മാറുന്നത്. സോ അപ്പൊ അവിടെ Q1 1 0 പോയി. സോ ഇങ്ങനെയാണ് സർക്യൂട്ട്. ഇതിപ്പോ 4 ക്ലോക്ക് സൈക്കിൾ വരെ അല്ലെങ്കിൽ 5 ക്ലോക്ക് സൈക്കിൾ വരെ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് 4 ക്ലോക്ക് സൈക്കിൾ വരെ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി കൗണ്ട്സ് ഇല്ലാത്തത്. ഇനി ഇത് നമ്മുടെ വേവ് ഫോമിന്റെ കണ്ടീഷനാണ്. ഈ വേവ് ഫോം അനുസരിച്ച്, വേവ് ഫോമിന്റെ ലോജിക് ലെവൽ അനുസരിച്ച് നമ്മൾ ആ കൗണ്ട് ഒന്ന് എഴുതിയാൽ നോക്കൂ, നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ക്ലോക്ക് പൾസ്, ഫസ്റ്റ് ഇനിഷ്യലി 0 0, then after the application of first clock pulse it will be 0 1, then second clock pulse കഴിയുമ്പോൾ, ഇവിടെയാണ് സെക്കൻഡ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ അത് 1 0 ആവും. ഇവിടെ 0th ക്ലോക്കിൽ നിന്ന് തുടങ്ങിയത്, ഇവിടെ അടുത്ത ആക്റ്റീവ് ക്ലോക്ക് കഴിയുമ്പോൾ it will 1 1. After the 4th clock pulse it goes back to its original state 0 0 0 1 2 3 okay? 0 1 2 3 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം അപ്പോൾ ഇതെഴുതു. ഇതെന്തായാലും കൗണ്ടിങ് സീക്വൻസ് എന്താണ് ഇവിടെ എഴുതുക? അസിൻക്രണസ് ബൈനറി അപ്പ് കൗണ്ടർ മോഡ് 4 കൗണ്ടർ. ദിസ് ഇസ് ദ കൗണ്ടിങ് സീക്വൻസ്. ഇത് വരച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഈ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ടൈമിംഗ് ഡയഗ്രാം ഇത്രയും വരച്ചെടുക്കൂ.
ഓക്കെ, ഇത് വരച്ച് കഴിഞ്ഞെങ്കിൽ ഇതിപ്പോ നമ്മുടെ ഒരു 2-bit അപ്പ് കൗണ്ടർ ആണ് ചെയ്തത്. ഇനി നിങ്ങളൊരു 3-bit അപ്പ് കൗണ്ടറിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കൂ. സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം. ദിസ് ഇസ് സ്റ്റേറ്റ് ഡയഗ്രാം ഓഫ് 2-bit. ഇതുപോലെ 3-bit അപ്പ് കൗണ്ടറിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കൂ. 3-bit അപ്പ് കൗണ്ടർ. ത്രീ-ബിറ്റ് ബൈനറി അപ്പ് കൗണ്ടർ ഇതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കൂ. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞോളൂ കേട്ടോ. നമ്പർ 1 ആബ്സെന്റ്. 2. 3 ആബ്സെന്റ്. 4. 5 ആബ്സെന്റ്. 6 ആബ്സെന്റ്. 'അക്ഷയ് സ്റ്റീഫൻ അവിടെ ഉണ്ടോ? 8 ആബ്സെന്റ്. 10. 11. 12. 13. 15. 16. 17. 18. 19. 21. 23. Okay. 24. 24. 25 ആബ്സെന്റ്. റിഷാദ് ആബ്സെന്റ് ആണ്. അപ്പോ 26 ആബ്സെന്റ്. 27. ഷമി 28. 28. നഫ ആബ്സെന്റ് ആണ്. 29 ആബ്സെന്റ്. നവീൻ ഇല്ല ഇന്ന്. 31. 32. 33. റാഷിദ് ഇല്ല. 34 ആബ്സെന്റ്. 35. റോഷിത്ത് ഇല്ല. 36 ആബ്സെന്റ്. സഫ്ന ഇല്ല. 37 ആബ്സെന്റ്. ഷാഹിർ ഉണ്ടോ? ഷാഹിറും ഇല്ല. 39 ആബ്സെന്റ്. 40. 41. സിദ്ധാർത്ഥ് ഇല്ല എന്ന് തോന്നുന്നു.
42 absent. 43. 44. 45 absent. 46 absent. Prin- 47. Adra? 48. അപ്പോൾ അത് വരച്ചു 3-bit ബൈനറി അപ്പ് കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ് എഴുതിയോ? 3-bit ബൈനറി അപ്പ് കൗണ്ടർ. What is the modulus of the counter? ഒന്ന് ടൈപ്പ് ചെയ്. മോഡുലസ് ഓഫ് ദ കൗണ്ടർ എത്രയാണ്? കൗണ്ടിങ് സീക്വൻസ് എഴുതി കഴിഞ്ഞിട്ട് മോഡുലസ് ഓഫ് ദ കൗണ്ടർ, മോഡ് ഓഫ് ദ കൗണ്ടർ. 3-bit ബൈനറി അപ്പ് കൗണ്ടർ. ആതിര ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ആതിര നിവേദിത. ആതിര. മിസ് ആ പറയ് ആതിര. 3-bit ബൈനറി കൗണ്ട് സീക്വൻസ് എഴുതിയോ? 2 raised to 3. 2⁻³ എന്ന് പറഞ്ഞാൽ എത്ര? 8. ഓക്കെ 8. ഇത്രേ ഉള്ളൂ. യെസ് ആതിര. ഓക്കെ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ മോഡുലസ് 8 ആണ്. കൗണ്ടിങ് സീക്വൻസ് നിങ്ങൾ എഴുതി. എന്നിട്ട് ആ കൗണ്ടിങ് സീക്വൻസ് ഒന്ന് നോക്കൂ. Q0, Q1, Q2 അതാണെന്ന് വിചാരിക്കുക. LSB Q0, അതിൻ്റെ നെക്സ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് Q1, അതിൻ്റെ നെക്സ്റ്റ് MSB എന്ന് പറയുന്നത് Q2. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം ഇങ്ങനെ ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൗണ്ടർ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? We want Q0, Q1 and Q2. How many flip flops you require? ബേസിൽ ഒന്ന് ആൻസർ പറ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്. How many flip flops you require? 3-bit binary up counter. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? ബേസിൽ ആൻസർ ഇല്ല. ചന്ദന പറയ് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? അറിയില്ലേ? എങ്ങനെ, എന്തുകൊണ്ട് അറിയില്ല? ബേസിൽ അറിയില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പിന്നെ എന്താ മനസ്സിലായത്? ഇത്രയും ആകെ 3 ബിറ്റാ ഉള്ളത്. ഓരോ ബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. നേരത്തെ നമ്മൾ അപ്പൊ ഇവിടെ ഒന്നും അല്ലേ ഇരിക്കുന്നേ. 2-bit ബൈനറി 2-bit ഫ്ലിപ്പ് ഫ്ലോപ്പ് അപ്പ് കൗണ്ടർ നമ്മൾ കണ്ടു. 2 ബിറ്റാ ഉള്ള, ഓരോ ബിറ്റിനും ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഇതിനും 3-bit ആണ്. സോ ഇറ്റ് റിക്വയർസ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ ചന്ദന, ഇറ്റ്സ് 3. So
നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിൻ്റെ ചില പോയിന്റ്സും കൂടെ ഞാൻ ഒന്ന് പറയട്ടെ. മോഡ് 2 അല്ല സോറി 2 ബിറ്റ് അപ്പ്. So this is an asynchronous operation because first this ഇതിന്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് എക്സ്റ്റേണൽ ക്ലോക്ക്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് Q0യുമാണ്. So this is an asynchronous operation. Because of the inherent propagation delay through the flip flop, the transition of the input clock pulse from and a transition of the Q output of FF0 can never occur at exactly the same time. Actually, ഈ ടൈമിംഗ് ഡയഗ്രത്തില് സെയിം ആണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു അതേ ഇൻസ്റ്റന്റിൽ തന്നെ ഇത് ചേഞ്ച് ചെയ്യുന്ന പോലെയാണ് ആക്ച്വലി. അല്ലെങ്കിൽ ഇത് കുറെ കൂടെ ഈ ആക്സിസ് ടൈം ആക്സിസ് നമ്മൾ ഒരു നാനോ സെക്കൻഡ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരിക്കലും ഇങ്ങനെ സൈമൾട്ടേനിയസ് അല്ല. ഇത് കഴിഞ്ഞ് ഒരു 20-30 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഈ ചേഞ്ച് ഉണ്ടാവുന്നത്, Q0ന്റെ ചേഞ്ച്. Never occur at the same time. Therefore, the flip-flops cannot be triggered simultaneously, producing an asynchronous operation. The 2-bit triple counter circuit shown has 4 different states, each one corresponding to a count value. Similarly, a counter with n flip-flops can have 2 to the power n state, that is 2 raised to n. ഇതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ ആതിര പറഞ്ഞത് 3 ബിറ്റ് ആവുമ്പോൾ 8 സ്റ്റേറ്റ്സ് ഉണ്ടാവുന്നത്. The number of states in a counter is known as its mode. Thus, a 2-bit counter is a mode 4 counter. ഇവിടെ നോക്കൂ, സെറ്റ് ഇൻപുട്ടും ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു സെറ്റ് ഇൻപുട്ടും ഉണ്ട്, ഒരു ക്ലിയർ ഇൻപുട്ടും കൂടെ ഉണ്ട്. അതർ ദാൻ J&K, usually all the clear inputs are connected together so that a single pulse can clear all the flip-flops before counting starts. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെയും സെറ്റ് ഒക്കെ കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒരു സിംഗിൾ ബൈനറി സ്വിച്ചിലേക്ക് കൊടുക്കും. ആ സ്വിച്ച് വെച്ച് നമുക്ക് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ഒരുപോലെ ക്ലിയർ ചെയ്യാം. The clock pulse fed into flip-flop 0 is rippled through the other counters after propagation delays like a ripple on water. Hence the name ripple counter. A modern counter may also be described as a divide by n counter. This is because the most significant flip-flop, that means the furthest flip-flop from the original clock pulse, produces 1 pulse for every n pulses at the clock input of the least significant flip-flop. The one triggers by the clock pulse. അത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ നോക്കൂ, ഈ ക്ലോക്ക് പൾസ് ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഈ പോയിന്റ് ഇവിടെ തുടങ്ങി ഇതാണ് ഒരു ക്ലോക്ക് സൈക്കിൾ ഇൻപുട്ട് ക്ലോക്കിന്റെ. അപ്പൊ ഇൻപുട്ട് ക്ലോക്കിന്റെ ക്ലോക്ക് സൈക്കിളാണ് ഇവിടെ നമ്പർ ചെയ്തിരിക്കുന്നത് 1 2 3 4 5 അങ്ങനെ. അപ്പൊ കണ്ടോ, ഒരു ക്ലോക്ക് സൈക്കിൾ, രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിൾ ഇവിടെ തുടങ്ങി, മൂന്നാമത്തെ ക്ലോക്ക് സൈക്കിൾ ഇവിടെ തുടങ്ങി, ഇങ്ങനെ. ഇപ്പോ ആ ക്ലോക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഏതിലാണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് 0യിലേക്ക്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് നോക്കൂ. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ 0ന്റെ ഔട്ട്പുട്ട് Q0ന്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എവിടം തുടങ്ങി എവിടം വരെ? നമുക്ക് സെയിം പോയിന്റ്സ്, ഒന്നുകിൽ ഇവിടെ തുടങ്ങി ഇതും ഒരു ലോയും ഒരു ഹൈയും, ഇവിടം വരെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ന്റെ ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ അല്ലെങ്കിൽ Q0ന്റെ ഒരു സൈക്കിൾ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒന്നുകിൽ ഇവിടം തുടങ്ങി ഇവിടം വരെ, അല്ലെങ്കിൽ ഇത് തുടങ്ങി ഇതുവരെ ക്ലോക്ക് സൈക്കിൾ. നോക്കൂ, ഇവിടം വരെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇൻപുട്ട് ക്ലോക്സിന്റെ 2 ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ ആണ് Q0ന്റെ ഒരു ക്ലോക്ക് സൈക്കിൾ ആയത്. സോറി, Q0 ഒരു സൈക്കിൾ ആയത്. സോ ഇൻപുട്ട് ക്ലോക്കിന്റെ 2 സൈക്കിളില് Q0ന്റെ ഒരു സൈക്കിളേ വന്നുള്ളൂ. പക്ഷെ Q1 നോക്കൂ, Q1 അപ്പോഴും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടില്ല. Q1ന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ നോക്കൂ, ഇത്രയും നേരം അത് ലോ ആയിരുന്നു, പിന്നെ ഇത്രയും നേരം ഹൈ ആയിരുന്നു. ഇവിടം വരെ 0 ആയി, ഈ സ്ഥലം തുടങ്ങി ഇവിടം വരെ, അല്ലെങ്കിൽ ഈ ടൈം തുടങ്ങി ഇവിടം വരെയാണ് Q1ന്റെ ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്, ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. സോ Q1ന്റെ ഒരു സൈക്കിളിനുള്ളിൽ എത്ര ഇൻപുട്ട് ക്ലോക്ക് വന്നുപോയി? 1 2 3 4 4 ഇൻപുട്ട് ക്ലോക്ക് സൈക്കിൾ വന്നുപോയി. സോ അതാണ് ഇവിടെ പറഞ്ഞത് ഡിവൈഡ് ബൈ എൻ കൗണ്ടർ എന്ന് പറയും. കാരണം ഇൻപുട്ട് ക്ലോക്ക് ടൈം പീരീഡിനെ
ടൈം പീരീഡിനെ എന്ത് ചെയ്തു? ടൈം പീരീഡ് ആണോ ഫ്രീക്വൻസി ആണോ ഡിവൈഡ് ചെയ്യുന്നത്? ഇൻപുട്ട് ക്ലോക്കിന്റെ 4 ഇൻപുട്ട് ക്ലോക്ക് സൈക്കിൾ വന്നു പോയപ്പോൾ Q1 അത് ഒരു സൈക്കിളേ ഉണ്ടാക്കിയുള്ളൂ. സോ Q1 becomes a divide by 4. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. A modern counter may also be described as a divide by n counter. ഇത് divide by 4. Modern കാരണം ഇതിന്റെ മോഡ് 4 ആണ്. This is because the most significant flip flop എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് Q1 ആണ്. That is the furthest flip flop produces 1 pulse for every n pulses. കണ്ടോ ഇവിടെ Q1 ഒരു പൾസ് ഉണ്ടാക്കിയത് ക്ലോക്കിന്റെ 4 പൾസ് വന്ന സമയത്തായ Q1ന്റെ ഒരു പൾസ് വന്നുള്ളൂ. For every n pulses at the clock input of the least significant flip flop. It's external clock input. Okay. ഇനി mode 8 asynchronous counter ആണ് ചെയ്യാൻ പറഞ്ഞത്. This is the circuit diagram of a mode 3 counter. So ഇത് 0 1 2 3 4 5 6 7 ഇതാണ് അതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം. സോ ഇവിടെ ബൈനറിയിലല്ല ഡെസിമലിലാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നേ ഉള്ളൂ. സോ ദീസ് ആർ ദ കൗണ്ടിങ് സ്റ്റേറ്റ്സ് 0 1 2 3 4 5 6 7. So the present state and next state, that is when it is in 0, when it receives a clock, it goes to 1. When it is in 1, the counter is in one state and it receives another clock, it will go to the state 2. That means ഇതായിരിക്കുമ്പോൾ 2ലേക്ക് പോകും. അപ്പോൾ ഇതാണ് കൗണ്ടിങ് സീക്വൻസ്. ഈ കൗണ്ടിങ് സീക്വൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ Q0 Q1 Q2 ഇന്ന് വരെ ABC യൂസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഓൺലി നൊട്ടേഷനിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. യു ക്യാൻ സീ ദാറ്റ് ദ LSB, ദാറ്റ് ഈസ് A എന്ന് പറയുന്നതാണ് ഇവിടെ LSB. ദിസ് ടോഗിൾസ് ഫോർ എവറി ക്ലോക്ക്. ഉണ്ടോ? എവറി ക്ലോക്ക് ഇത് ടോഗിൾ ചെയ്യുന്നു. B toggles for every 1 to 0 transition of A. A 1 നിന്ന് 0യിലേക്ക് മാറുമ്പോൾ B ടോഗിൾ ചെയ്യുന്നു. കണ്ടോ? ഇവിടെ 1 നിന്ന് 0യിലേക്ക് മാറി B ടോഗിൾ ചെയ്തു. ഇവിടെയും 1 നിന്ന് 0യിലേക്ക് മാറി. ഇവിടെ 1 നിന്ന് 0യിലേക്ക് മാറിയില്ലേ? 1 നിന്ന് 0യിലേക്ക് മാറിയപ്പോൾ B ടോഗിൾ ചെയ്തു. കണ്ടോ? B 1 നിന്ന് 0യിലേക്ക് മാറി. പിന്നെ ഇവിടെയാണ് A 1 നിന്ന് 0യിലേക്ക്, അവിടെ B ടോഗിൾ ചെയ്തു. സോ ഫോർ എവറി 1 to 0 ട്രാൻസിഷൻ ഓഫ് A, B ടോഗിൾസ്. ഇനി C എപ്പോഴാണ് മാറുന്നത്? C മാറുന്ന എവിടെയാണ്? C is the MSB. C നോക്കൂ, ഈ 4 ഒരു 0 ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടാണ് C ഒരു 0 to 1 ട്രാൻസിഷൻ നടത്തുന്നത്. ഇവിടെ അപ്പോൾ B ഒരു 1 to 0 ട്രാൻസിഷൻ നടത്തി. പിന്നെ B 1 to 0 ട്രാൻസിഷൻ ഇവിടെ നടത്തില്ല. പിന്നെ B 1 to 0 ട്രാൻസിഷൻ ഇവിടെയാണ് നടത്തുന്നത്, ഫൈനൽ കൗണ്ട് എത്തിയിട്ട് അവിടെ. അപ്പോൾ C ഇൻ ട്രാൻസിഷൻ നടത്തി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? B ടോഗിൾ ചെയ്യുന്നത് A ഒരു 1 to 0 ട്രാൻസിഷൻ നടത്തുമ്പോൾ C ടോഗിൾ ചെയ്യുന്നത് B ഒരു 1 to 0 ട്രാൻസിഷൻ നടത്തും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഇവിടെ എന്താ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? Q ബാർ എടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ദീസ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ്. നേരത്തെ ഈ കേസിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിരുന്നു. ഇഫ് വി ആർ യൂസിങ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, നമുക്ക് വേണ്ടത് ഈ 1 to 0 ട്രാൻസിഷനിൽ അടുത്തത് ടോഗിൾ ചെയ്യണം, അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേഞ്ച് ചെയ്യണം എന്നാണ്. അപ്പോൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ ശരിക്കും ആ 1 to 0 ഇതെടുത്ത് കൊടുത്താൽ മതി, Q എടുത്ത് കൊടുത്താൽ മതി 1 to 0. ഇവിടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയതുകൊണ്ട് ഈ ബിറ്റ് ആക്ച്വലി കൗണ്ടിങ് സീക്വൻസ് നോക്കിയാൽ നമുക്കറിയാം ബിറ്റ് ചേഞ്ച് ചെയ്യുന്നത് 1 to 0 ട്രാൻസിഷൻ ആണ്. പക്ഷെ എന്ത് ചെയ്യും? അതൊരു നെഗറ്റീവ് എഡ്ജ് ആണ്. പക്ഷെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോസിറ്റീവ് എഡ്ജ് ആണ്. എന്ന് വെച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 to 1 ട്രാൻസിഷനെ സെൻസിറ്റീവ് ആവും. അപ്പോൾ ഔട്ട്പുട്ട് 1 to 0 ട്രാൻസിഷൻ നടത്തുമ്പോൾ അതേ ഇൻസ്റ്റന്റിൽ ചേഞ്ച് ചെയ്യുകയും വേണം. പക്ഷെ ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 to 1. സോ അതുകൊണ്ടാണ് ഇവിടെ Q ബാർ അതാണ് ചെയ്യുന്നത്. Q 1 to 0 ട്രാൻസിഷൻ നടത്തിയ Q ബാർ 0 to 1 ട്രാൻസിഷൻ നടത്തും അല്ലേ? സോ ദാറ്റ് ഈസ് വൈ Q ബാർ ഇസ് ഗിവൺ ഹിയർ.
ഇവിടെ നോക്കൂ, യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിഫറെന്റ് ആണ്. ഇവിടെ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ഇവിടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ആ ഡിഫറൻസ് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാം കേട്ടോ. നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഇത് Q0 Q1, അടുത്തൊരെണ്ണം Q2 വെച്ചിട്ട് ഇതെടുത്ത് അടുത്തയിലേക്ക് കൊടുക്കാം നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ. ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സും ഉണ്ട്. ആ ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ച് ഇങ്ങനത്തെ ടൈപ്പ് കൗണ്ടേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ പറ്റും എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, നോക്കൂ, ഇതിന്റെ ടൈമിംഗ് ഡയഗ്രാം അതനുസരിച്ച് മാറിയിട്ടുണ്ട്. നേരത്തെ കണ്ടോ, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡിലായിരുന്നു ഔട്ട്പുട്ട് മാറിയിരുന്നത്. ഇവിടെ നോക്കൂ, പോസിറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്കിലാണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്. എനിവേ ഒരു ക്ലോക്ക് സൈക്കിൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തിരിക്കും. ഒരു ക്ലോക്ക് സൈക്കിളിൽ എത്ര ട്രാൻസിഷൻ ഉണ്ട്? ഒരു പോസിറ്റീവ് എഡ്ജും വരും, ഒരു നെഗറ്റീവ് എഡ്ജും വരും ഒരു ക്ലോക്ക് സൈക്കിളിൽ. സോ നെറ്റ് ഇഫക്റ്റ് സെയിം തന്നെയാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് പോസിറ്റീവ് എഡ്ജിന് സെൻസിറ്റീവ് ആയാലും നെഗറ്റീവ് എഡ്ജിന് സെൻസിറ്റീവ് ആയാലും നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ അതനുസരിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് എഡ്ജിന് സെൻസിറ്റീവ് ആണ് അതനുസരിച്ച് ഇവിടുത്തെ കണക്ഷൻ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ? നോക്കൂ ശരിക്കും. എനി മോർ ആർക്കെങ്കിലും വല്ല മനസ്സിലാവായി എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ എന്ന് ചോദിക്കാം. സോ മോഡേറ്റ് അസിൻക്രണസ് അപ്പ് കൗണ്ടർ, ഇത് ഞാൻ പറയല്ലേ, ഇത് ഒരു പോസിബിലിറ്റി മാത്രമാണ് സർക്യൂട്ട് കോൺഫിഗറേഷന്റെ. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് JK വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് JK വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം, നമുക്ക് T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചും ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ഒരു സർക്യൂട്ട് ഡയഗ്രാം, ഒരു സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പല പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഇവിടെ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. വരച്ച സർക്യൂട്ടിന് അനുസരിച്ചുള്ള ടൈമിംഗ് ഡയഗ്രാമാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലോക്ക് സൈക്കിൾ നമ്പർ ചെയ്തിട്ടുണ്ട്. MSB എന്ന് പറയുന്നത് ഇവിടെ Q2 ആണ്. ആ MSB ബിറ്റിന്റെ ഒരു സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8 ക്ലോക്ക് പൾസ് വന്നു കഴിയുമ്പോൾ ആണ്. സോ ദിസ് ഇസ് ഓൾസോ എ ഡിവൈഡ് ബൈ 8 ടൈം പീരീഡ്, അല്ലെങ്കിൽ ക്ലോക്ക് സൈക്കിൾ വലിച്ചു നീട്ടിയ പോലെ. അപ്പൊ ഫ്രീക്വൻസി, ടൈം പീരീഡ് കൂടുക തന്നെ ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 8. അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. കാരണം ക്ലോക്ക് 8 സൈക്കിൾ ഓഫ് ക്ലോക്ക് വരുമ്പോൾ മാത്രമേ MSB ബിറ്റിലെ ഒരു സൈക്കിൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യൂ, ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോയാലോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, നോക്കിയോ? TTL ഫാമിലിയുടെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നത് ആരാണ്? TTL ഏതെങ്കിലും ബാച്ച് റെഡിയാണോ?
ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? റെഡി ആണെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഞാൻ പറയേണ്ടി വരുമേ. വൃന്ദയ്ക്കും ആർദ്രയ്ക്കും കൂടെ TTLന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാമോ? വൃന്ദ ആൻഡ് ആർദ്ര. ഓക്കെ, സോ വൃന്ദ ആൻഡ് ആർദ്ര. ഹലോ പറയൂ. മിസ്, പറഞ്ഞോ. CMOS ഇൻവെർട്ടർ ഞങ്ങൾ പറഞ്ഞോളാം. ഓക്കെ, CMOS ഇൻവെർട്ടർ. സിമോസ് ഇൻവെർട്ടർ പറയാം അല്ലേ? ഓക്കെ, ശരി, പറഞ്ഞു. അപ്പൊ വൃന്ദയും ആർദ്രയും തന്നെ മതിയല്ലോ. വൃന്ദ, ഹലോ. ഓക്കെ മിസ്. അതോ വൃന്ദയ്ക്ക് വേറെ ഏതെങ്കിലും? ഞാൻ ഇന്നലെ ഹലോ മിസ്. പറഞ്ഞോ. ഇല്ല മിസ്, ആർദ്ര മതി. ഓക്കെ, അപ്പൊ വൃന്ദയും ആർദ്രയും കൂടെ സിമോസ് ഇൻവെർട്ടർ പറയും അല്ലേ? ഓക്കെ. ഇനി ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ പറയാൻ? പറഞ്ഞോളൂ. പറഞ്ഞോ. ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ഒന്ന് നമ്പർ പറ, അല്ലെങ്കിൽ പേര് പറ. ഞാൻ ചന്ദനയാണ്. ചന്ദന, പറ. 6th ആണ് എടുക്കാം. സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് NAND ഇൻ TTL. ഓക്കെ, 6th. ചന്ദനയുടെ കൂടെ ആരാ? ചന്ദന. നിയാസ്. ഒരു മിനിറ്റ്. 19 ചന്ദനയും നാൻഡ് ആണ് എടുക്കാൻ പോണ അല്ലെ? നാൻഡിന്റെ 19 ചന്ദനയും പിന്നെ നിയാസോ? ഒരു മിനിറ്റ്. നിയാസിന്റെ നമ്പർ മുഹമ്മദ് നിയാസ് 27 അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ചന്ദനയും നിയാസും കൂടെ ഓക്കെ 19 TTL എടുക്കും. ഓക്കെ, ഗുഡ്. ഇനി വേറെ ആരെങ്കിലും? ശ്രേയസ് ഏതെടുക്കും? മിസ്. പറയൂ ശ്രേയസ്, ഏതെടുക്കും? മിസ് 7th on structure and operation of NAND and or CMOS. ഓക്കെ, ശ്രേയസിന്റെ കൂടെ ആരാ? മിസ് നവീൻ, റോൾ നമ്പർ 30. 30യും 41ഉം കൂടെ 7 സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ എടുക്കും. ഓക്കെ ശ്രേയസ്. ഓക്കെ മിസ്. അപ്പോൾ TTL ഇൻവെർട്ടർ അതാർക്കും വേണ്ട. അതും ആക്ച്വലി ഇൻവെർട്ടർ സിമ്പിൾ ആണ്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നോ, അതോ ഞാൻ വിളിക്കണോ? ഹന്ന ഇല്ലേ? ഹന്ന ഏതെടുക്കണേ? TTL എടുക്കാം മിസ്. TTL ഇൻവെർട്ടർ. ഓക്കെ, ഹന്നയുടെ കൂടെ ആരാ? അങ്ങനൊന്നുമില്ല, ആരായാലും മതി. അതെയോ? അതുലുണ്ടോ? അതുൽ, ഹലോ അതുൽ. വേറെ ആരെങ്കിലും ഒന്ന് പറയൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി വിളിക്കാം. ഷമീലും ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. ഷമീൽ, ഹന്നയുടെ കൂടെ TTL ഇൻവെർട്ടർ. ഓക്കെ.
23, 28 TTL inverter. Okay. ഓക്കെ, ഇത് നാലെണ്ണം ആക്ച്വലി ഒരു മീൻസ് നിങ്ങൾ നോക്കിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉണ്ട്, ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ്. എന്നിട്ട് ഇത് നാലും അങ്ങനെ സർക്യൂട്ട് ഡയഗ്രാംസ് ആണ്. ആ സർക്യൂട്ട് ഡയഗ്രാം വെച്ച് ട്രൂത്ത് ടേബിൾ വെച്ച് എങ്ങനെ ഓപ്പറേഷൻ എങ്ങനെ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് 0 കൊടുത്ത് ഔട്ട്പുട്ട് ഇങ്ങനെ 1 വരും, ഇൻവേർട്ടറിന് 1 കൊടുത്താൽ എങ്ങനെ 0 വരും, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലാണ് ഇത് നാലും സർക്യൂട്ട് എക്സ്പ്ലനേഷൻ. ഇതും ഈ 3 ടോപ്പിക്ക് ആക്ച്വലി കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. ലോജിക് ലെവൽ 0, 1 അങ്ങനെയുള്ളത് ഇതിൽ ഓൾറെഡി ഉള്ള സാധനം. പ്രത്യേകിച്ച് ലോജിക് 0 കറസ്പോണ്ട്സ് ടു, പിന്നെ ഇൻപുട്ടിന്റെ ഒരു ഇതുണ്ട്, വിൻഡോ, ഔട്ട്പുട്ട് വിൻഡോ എന്ന് പറഞ്ഞാൽ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോജിക് 0 ഏത് എന്ന് വെച്ചാൽ TTL-നാണെങ്കിൽ 0 to 0.4 വരെയും 2 to 5 വരെയും ആണ് ഒരു വിൻഡോ, ഔട്ട്പുട്ട് വിൻഡോ. അതിന്റെ ഇൻപുട്ട് വിൻഡോ എന്ന് പറയുന്നത് 0 to 0.8, 2.4 to 5 ആണ്. അതാണ് ഈ ലോജിക് ലെവൽസ്. പിന്നെ നോയിസ് മാർജിനിന്റെ ഇടയ്ക്ക് വരുന്ന പ്രൊപ്പഗേഷൻ ഡിലേ, സ്റ്റാൻഡേർഡ് TTL-ന് 10 നാനോസെക്കൻഡ്സ്, പവർ കൺസംഷൻ 10 millivolt, ഇങ്ങനെയുള്ള ചില ഓൾറെഡി ഉള്ള ഫാക്ടേഴ്സ് ജസ്റ്റ് അതൊന്ന് ലിസ്റ്റ് ചെയ്യുക, പറയുക, അത്രേ ഉള്ളൂ. അതാണ് ഇത്. അപ്പോ 1 TTL-ക്ക് ആരാ പറയുന്നത്? TTL-ക്ക് ആരാ പറയുന്നത്? ആരാണ്? അഭിഷേക്. നമ്പർ 2. അഭിഷേകിന് പറയാമോ? പറയേ കേട്ടാ. അഭിഷേക് കൂടെ ആര് വേണം? ആരായാലും കുഴപ്പമില്ല. എന്നാ അഭിഷേകും അദ്വൈതും കൂടെ പറയോ? അദ്വൈതില്ലേ? അഭിഷേകും അദ്വൈതും കൂടെ പറയോ TTL-ക്ക് ആരാ? ഓക്കെ, അപ്പൊ 2 and 3 TTL-ക്ക് ആരാ? അദ്വൈത് ഇപ്പൊ വന്നതാണോ? അദ്വൈത് ഇടയ്ക്ക് കയറിയതാണോ? ഞാൻ അറ്റൻഡൻസ് എടുക്കുമ്പോ ഇല്ലേ? ഹലോ അദ്വൈത്, അറ്റൻഡൻസ് എടുക്കുമ്പോ ഉണ്ടായിരുന്നില്ലേ? അതന്നെ 8:47 ആണ് ഞാൻ അറ്റൻഡൻസ് എടുത്തത്. അപ്പൊ അദ്വൈത് ഇല്ല, ഞാൻ ആബ്സെന്റ് ഇട്ടിരിക്കും, അതുകൊണ്ട് ഞാൻ നോക്കി. ഓക്കെ, ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അനന്തു ഇപ്പൊ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അർച്ചന നമ്പർ 11. അർച്ചനയ്ക്ക് ECL പറയാമോ? ECL-ഓ CMOS-ഓ ഏത് പറയാം? ECL പറയാം. ഓക്കെ, അർച്ചനയുടെ കൂടെ ആര് വേണം? ആരായാലും മതി. ഓക്കെ, അരീബ് ഉണ്ടോ? അരീബിനും അർച്ചനയ്ക്കും കൂടെ പറഞ്ഞൂടെ അത്? ഓക്കെ, അപ്പൊ അരീബും അർച്ചനയും കൂടെ ECL-ന്റെ ഇലക്ട്രിക്കൽ കെയർ കേട്ടോ. ഓക്കെ, എനിക്കൊന്ന് മാക്സിമം 1-2 സ്ലൈഡ് അത്രേ വരുള്ളൂ. അത് നോക്കിയിട്ട് സ്ലൈഡ് ഒന്ന് എഴുതണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി CMOS-ന്റെ ഇലക്ട്രിക്കൽ കെയർ ആര് പറയും? അർജുന് പറഞ്ഞൂടെ CMOS? പറയാം. അർജുന്റെ കൂടെ ആര് വേണം? ആരായാലും പ്രശ്നമില്ല. ഓക്കെ, എന്നാ അർജുനും അശ്വിൻ രാജ് ഇല്ലേ? നോക്കട്ടെ. അശ്വിൻ രാജ്
അശ്വിൻ രാജ് ഇല്ലേ? ആതിര, ആതിര നിവേദിത. മിസ് ആ, ഇതിപ്പോ ആരാണ്? അശ്വിനാണോ ആതിരയാണോ? ആതിര. ആ, അപ്പോ ആതിരയും അരുണും കൂടെ സീമോസിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഓക്കെ മിസ്. ഒരു സംശയം ഉണ്ടല്ലേ? ഓക്കെ. ആ, നോക്കൂ, നിങ്ങൾ തമ്മിൽ ഒരാൾ പ്രിപ്പയർ ചെയ്യണം. അതൊക്കെ ഒന്ന് തമ്മിൽ തീരുമാനിച്ച് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പറയാൻ ശരിക്കും ഒരു ടേബിള് പോലെ. പിന്നെ എന്താണ് ഇത് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ TTL ECL എന്നല്ല, എന്താണ് TTL, എന്താണ് ECL എന്നും കൂടെ ഒന്ന് പറയണേ. അറ്റ്ലീസ്റ്റ് TTL ട്രാൻസിസ്റ്റർ ലോജിക്, അങ്ങനെ മാത്രമല്ല അതിനകത്ത് മെയിൻ ആയിട്ട് അപ്പൊ ട്രാൻസിസ്റ്റേഴ്സ് ആണോ, അങ്ങനെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഉണ്ടാവും ആ ലോജിക് ഫാമിലികളെ കുറിച്ച്. ECL എന്ന് പറഞ്ഞാൽ എമിറ്റർ കപ്പിൾ ലോജിക്, CMOS കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അപ്പൊ എന്ന് വെച്ചാൽ ഇതിൽ ഓരോന്നിനും ഒരു ചെറിയ ഇതുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും ഉള്ള സാധനങ്ങളാണ്. ഇതിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, പിന്നെ ഇതിന്റെ ഇലക്ട്രിക്കൽ. കാരണം നിങ്ങളിപ്പോ നമ്മൾ വരച്ച ആൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, ഇതൊക്കെ ഈ എല്ലാ ഫാമിലിയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഫാമിലിയിലെ ഗേറ്റ് എടുത്ത് നമ്മൾ വെക്കുമ്പോൾ അതിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ വേണ്ടെന്ന് നോക്കുന്നത്, അങ്ങനത്തേക്കുള്ള കാര്യങ്ങളാണ് ഇത് വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ. ഇത് കഴിഞ്ഞാൽ, ഈ മോഡ്യൂൾ കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇത് കിട്ടാൻ മെറ്റീരിയൽ കിട്ടുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ ഉറപ്പായും കിട്ടും. അങ്ങനെ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ടേം മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. നമ്മുടെ ലോജിക് സർക്യൂട്ട് ഗ്രൂപ്പില്ലേ, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത്, പേഴ്സണലി ഇപ്പോൾ ഒരുപാട് സെമിനാറുകാരുടെയും വരുന്നതുകൊണ്ട് ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്തു പോകും. അതുകൊണ്ടാണ് ഞാൻ ആ ലോജിക് സർക്യൂട്ട് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ടേംസ് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടാൽ മതി. ഇപ്പോൾ ഈ സർക്യൂട്ട് എടുക്കുന്നവരായാലും ശരി, ചില സർക്യൂട്ട് ഓപ്പറേഷൻ മനസ്സിലാവണില്ലെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. നമുക്ക് ഇന്നത്തെ നിർത്താം കേട്ടോ. ഓക്കെ പറഞ്ഞു. ഞാൻ വരട്ടെ ഒരു മിനിറ്റ്. 37% ആണ്. 20% ആണ്. ആണോ? ഓക്കെ, 37%. ഇനി ആരെങ്കിലും ഉണ്ടോ? മിസ് 39. ഓക്കെ, പിന്നെ മിസ് 9. വെറും 9. ആ, പിന്നെ 15 15 ഓൾറെഡി. ആ, ഓക്കെ. ഇനി കഴിഞ്ഞല്ലോ. 1 5 6 8 22 25 29 30 34 36 42 45 46 ഇത്രയുമാണ് ആബ്സെന്റീസ്. ഓക്കെ.